Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്യു നെല്ലിക്കൽ ആൻഡ് മറിയമ്മ മാത്യു, ന്യൂയോർക്ക്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ഒലിവ് റൗണ്ടിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇതിൽ മത്സരിക്കുവാനെത്തിയിരിക്കുന്ന സഹോദരങ്ങൾ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ മക്കൾക്ക് ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ലോകത്തിലെ അനേകായിരങ്ങൾക്ക് നിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം പകരുവാൻ കർത്താവ് ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും ഏഴാംഗിലുമായി കൊണ്ട് ശുശ്രൂഷിക്കാൻ സഹായിക്കണമേ. യേശു അവിടുത്തെ നാം ഉയർത്തുവാനും മഹത്വപ്പെടുവാനും തക്കതിനുണ്ട് ഇത് മുഖാന്തരമായി തീരണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണം. ആം. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള വെർച്വൽ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ബൈബിൾ ക്രൗൺ 2020 രണ്ടാമത്തെ സ്റ്റേജായ ഒലീവ് സ്റ്റേജിൽ നാം എത്തിയിരിക്കുകയാണ്. ഒലീവ് സ്റ്റേജിൻ്റെ ഈ എപ്പിസോഡിൽ മത്സരിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെയും അതിൻ്റെ സ്കോർ കീപ്പേഴ്സിനെയും പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഒന്നാം റൗണ്ടായ ഏതെങ്കിലും സ്റ്റേജിൽ അവരെല്ലാം പരിചയപ്പെടുത്തിയതാണ്. എങ്കിലും ഒരു ചടങ്ങിൻ്റേതായിട്ടുള്ള ഔപചാരികത എന്നുള്ള നിലയിൽ ഞാൻ അവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. സ്കോർ കീപ്പേഴ്സായി പ്രവർത്തിക്കുന്നത് മിസ്സസ് രാജീവ് വർഗീസ്, മിസ്സസ് ലീന തോമസ്. ദൈവനാമത്തിൽ അവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ടുള്ളത് ഇന്നത്തെ മത്സരാർത്ഥികളാണ്. അക്സ രാജു, ആനി ജോൺ, ഫീബ മത്യാസ്. നിങ്ങളെല്ലാം ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ അക്സ? ബൈബിൾ വായിച്ചു, ക്വിസ് ബുക്സും വായിച്ചിട്ടുണ്ട്. ബൈബിൾ വായിച്ചു, പ്രശ്നോത്തരി പുസ്തകങ്ങൾ വായിച്ചു അല്ലേ? സോ യു ആർ പ്രിപ്പയർഡ്. ഓക്കെ, ഗ്രേറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. ഹൗ അബൌട്ട് ഡോക്ടർ ആനി ജോൺ? യെസ് സർ. തയ്യാറാണ്? തയ്യാറായിട്ട്. 2 ദിവസം ജോലിക്ക് പോയില്ല? ഇല്ല സർ, ഞാൻ പോയിരുന്നു. ജോലി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ കഴിവതും ശ്രമിച്ചിട്ടുണ്ടല്ലേ? അതെ സർ. വെരി ഗുഡ്. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ആനി. യെസ് ഫേബർ, തയ്യാറാണോ? തയ്യാറാണ്. കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും. ദാറ്റ്സ് വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് യു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു പുതിയ റൗണ്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് റൗണ്ട്. ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ്. നിങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. യെസ്, നാം എന്നും പാടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഏത് സഭയായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് മുൻപായി ഒരു പാട്ടുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേകമായിട്ടൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പാടുവാൻ കഴിയും. നാം പാടുമ്പോൾ തന്നെ അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇറ്റ്സ് എ പ്രൈസ്. വി ആർ പ്രൈസിങ്. ഇംഗ്ലീഷിൽ പ്രൈസ് എന്ന് പറയുന്നത് പാട്ടെന്നർത്ഥം വരുന്നത് ദൈവത്തെ പുകഴ്ത്തുക എന്നുള്ളതാണ്. സോ യു ആർ പ്രൈസിങ് ഗോഡ്, റൈറ്റ്? സോ അങ്ങനെ ഒരു പുതിയ റൗണ്ട് ഇതോടൊപ്പം ഉണ്ട്. കൂടാതെ
മാർക്കിൻ്റെ നിലവാരത്തിലും അല്പ വ്യത്യാസമുണ്ട്. ചോദ്യങ്ങളുടേതായിട്ടുള്ള ഘടനയിലും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ സ്റ്റേജിൽ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും 3 ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ഓരോ മത്സരാർത്ഥിക്കും ഓരോ ചോദ്യങ്ങൾ. എന്നാൽ ഈ സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റേജായ ഒലിവ് സ്റ്റേജിൽ, ഓരോ മത്സരാർത്ഥിക്കും 2 ചോദ്യങ്ങൾ വീതം ഉത്തരം നൽകുവാൻ തക്കവണ്ണമുള്ള അവസരം നൽകുന്നുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും. മാർക്കിൻ്റെ വ്യത്യാസവുമുണ്ട്. നേരത്തെ 4 മാർക്കായിരുന്നു, ഇപ്പോൾ 5 മാർക്കാണ് ചോദ്യത്തിന്. കൂടാതെ ചൂസ് ആൻഡ് ആൻസർ, അത് ഇവിടെ വന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ ചോദിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചോദിക്കാം. പല എപ്പിസോഡുകളിലും ഞാൻ തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞതനുസരിച്ച് ഇവിടെ ചൂസ് ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ അത് ചെയ്യാം. യു ക്യാൻ ഐദർ ചൂസ് ഫ്രം ഹിയർ ഓർ യു ക്യാൻ ആൻസർ. ഓൾറൈറ്റ്. കൂടാതെ പഴയ ബമ്പർ റൗണ്ട് അതുപോലെയുണ്ട്, ബസർ റൗണ്ട്. വ്യത്യസ്തതയൊന്നുമില്ല, മാർക്കുകളിൽ മാത്രം വ്യത്യസ്തത. ബസർ റൗണ്ടിലും, അതായത് ബൈബിൾ ബമ്പർ റൗണ്ടിൽ നമുക്ക് ഓരോ ചോദ്യത്തിനും നേരത്തെ 5 മാർക്ക് വീതമായിരുന്നു, ഇപ്പോൾ 6 മാർക്ക് വീതമുണ്ട്. സോ ബസർ റൗണ്ടിൽ 6 മാർക്ക് വീതമുണ്ട്, കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള ചോദ്യങ്ങളുമുണ്ട്. അവസാനമായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, വേഗവേദവായന, അതിന് 3 മാർക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആകത്തുകയിലുള്ള ഒരു ഘടന. ശരിയായ ഉത്തരത്തിന് അതിൻ്റെ ആ മാർക്കിൻ്റെ മൂല്യം 6 മാർക്കെങ്കിൽ 8 മാർക്ക്, 5 മാർക്കിൽ, അതങ്ങനെ. തെറ്റായിട്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ -1 മാർക്ക്. ബസർ റൗണ്ടിൽ 1 മാർക്കേ കുറയ്ക്കുന്നുള്ളൂ, -1 മാർക്ക്, 1.5 മാർക്കല്ല. അതോടൊപ്പം തന്നെ ക്ലൂ ചോദിക്കുകയാണെങ്കിൽ മൂല്യത്തിൽ നിന്ന് 1 മാർക്ക് കുറയും. ഇതൊക്കെ പൊതുവായ തത്വങ്ങളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഷുവർ? ഫേബാക്ക് ഒരു മൗനം. മനസ്സിലായോ? എവറിഥിങ്? യെസ്. സോ ഹിയർ വി ആർ സെറ്റ് ടു ഗോ. അക്സ ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു ഡെൻ്റൽ സർജൻ, അങ്ങനെ വളരെ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വേദികൾ പ്രവർത്തിക്കുന്നവരാണ് ഈ മത്സരത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓൾറൈറ്റ്, ആർ യു ഹാപ്പി? ഗുഡ്. സോ ഷാൽ വി ഗോ ടു ദ ഫസ്റ്റ് റൗണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. Who wants to answer the first question? Aksa or Faber? Aksa, പറയൂ. ഫേബർ. ഫേബയുടെ അത്രയ്ക്ക് സ്നേഹമാണ് ഫേബർ ആൻസർ പറയാൻ. ഓൾറൈറ്റ്, ഫേബർ തയ്യാറാണോ? തയ്യാറാണ്. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഹിയർ വി ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. കുഷ്ഠരോഗത്താൽ ദൈവശിക്ഷ ലഭിച്ച പ്രവാചകയായ മിരിയാം സൗഖ്യമായത് ആരുടെ പ്രാർത്ഥനയാലാണ്? മോശയുടെ പ്രാർത്ഥനയാൽ. മോശയുടെ പ്രാർത്ഥനയാൽ. 5 marks for Faber Matthias. Right. Now the second question goes to Aksa Raju. എത്ര ദിവസം കഴിഞ്ഞാണ് മിരിയാം സൗഖ്യമായത്? ദിവസം. കറക്റ്റ്. എന്ത് എത്ര സംശയം? അത് ഈ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് അത്രമാത്രം ദുരിശിച്ച്. ഇറ്റ് ഈസ് 7 days, 7 ദിവസം. ആരാണ് പറഞ്ഞത് 7 ദിവസം കഴിഞ്ഞ് സൗഖ്യമാവുന്നു? ദൈവം പറഞ്ഞു 7 ദിവസം ഒരു പാളയത്തിന് പുറത്ത് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ 7 ദിവസം കഴിഞ്ഞ് അവൾ ശുദ്ധീകരിക്കപ്പെട്ട ശേഷം പാളയത്തിൽ പ്രവേശിക്കുക. റൈറ്റ് ആൻസർ ഫോർ അക്സ. ഷീ ഗെറ്റ്സ് 5 marks. And next the question is for Annie John. Right, are you ready? Yes. Good. ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പ്രഖ്യാപിച്ച ഉപവാസം ഏത്? ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം, അതിനായിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഒരു സ്ത്രീ പറഞ്ഞു. അങ്ങനെയാണ് ആ ഉപവാസം പ്രഖ്യാപിച്ചത് എസ്തേർ. Wrong. -1 for Annie John. Yes, Faber? അറിയില്ല. No problem. Aksa? ഇസബേൽ അല്ലേ? വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. സോ അക്സ ഗെറ്റ്സ് 4 marks. റൈറ്റ്. ആനി ചോദിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യമുള്ളത് ഫേബയോടാണ് അല്ലേ? അവിടെ കല്ലെറിഞ്ഞു കൊല്ലണം ഉപവാസത്തിൽ വെച്ച് അങ്ങനെ പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരെന്താണ്?
അതിനാണ് ഉപവാസം പ്രഖ്യാപിച്ചത്. അറിയില്ല. പാസ്. യെസ് അക്സ. നാബോത്ത്. ഉത്തരം വളരെ ശരിയാണ്. 4 മാർക്ക്. ആനി, എന്തിനു വേണ്ടിയാണ് നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ആഗ്രഹിച്ചത്? പാസ്. ഫേവർ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. ഫേവർ ഗെറ്റ്സ് 4 മാർക്സ്. റൈറ്റ്. നെക്സ്റ്റ് കംസ് ടു അക്സ. റൈറ്റ്. ഷിംഷോന്റെ പിതാവിന്റെ പേരെന്താണ്? മനോഹ. Exactly. 5 marks for Aksa. Right? So, Annie, ഷിംഷോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ലേവി. ലേവി ഗോത്രത്തിലല്ല. യെസ് ഫേബർ. ബെന്യാമിൻ ഗോത്രം. ബെന്യാമിൻ ഗോത്രത്തിലല്ല. -1. യെസ് അക്സ. ദാൻ ഗോത്രം. ദാൻ ഗോത്രത്തിലാണ്. The answer is right. 4 marks. Yes, Fab, are you ready? Yes. ഷിംഷോൻ തേൻ കുടിച്ചു. എവിടെ നിന്ന്? സിംഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന്. സിംഹം ഇങ്ങനെ നടക്കുമ്പോൾ പോയി സിംഹത്തോട് തേൻ ചോദിച്ചു. എങ്ങനെയാ? സിംഹത്തിന്റെ ഹൃദയത്തിനകത്തു നിന്ന്. ഹൃദയത്തിനകത്ത് തേൻ വെച്ചിരുന്നു? അല്ല, അതിന് സിംഹത്തെ കൊന്ന. സിംഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു, ചത്തപ്പം അത് പറയണ്ടേ? സിംഹത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ കാണും കാഴ്ചമക്കളായി പോകുമ്പോൾ സിംഹം ഉണ്ടെന്ന് പറയും. ഇത് കേൾവിക്കാരവിടെ പോയി സിംഹത്തിന് കൈ നീട്ടും, സിംഹം കൈ പഠിക്കും. ഇല്ല, അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ, ഇങ്ങനത്തെ മറുപടികളുണ്ടാവും. ദ ആൻസർ ഈസ് വെരി റൈറ്റ്. ചത്ത സിംഹമാണെന്നുള്ളത് വീണ്ടും ചോദിച്ചപ്പാട് പറഞ്ഞെങ്കിലും 5 marks for favor. That brings us to the close of the Old Testament round. Old Testament round ഇവിടെ പൂർണ്ണമാകുന്നു. Can you give me the scorecard, please? Aksa 22. Aksa gets 22 marks. Annie -2. Annie -2. Faber 13. Faber is closely following with 13 marks. Bible Count 2020. Museum of the World International Theme Park. കാഴ്ചകളുടെ വിസ്മയങ്ങൾ കോർത്തിണക്കിയിരിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേൾഡ്. മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ അലങ്കാരമാണ് മെഡലിക് ബൈബിൾ. സർ എഡ്വേർഡ് തോമസൺ ആണ് മെഡലിക് ബൈബിളിന്റെ ഉപജ്ഞാതാവ്. 1830 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ച് സർ എഡ്വേർഡ് തോമസൺ മെഡലിക് ബൈബിൾ നിർമ്മിച്ച് പ്രകാശനം ചെയ്തു. ചെമ്പിലും വെള്ളോടിലുമായി നിർമ്മിക്കപ്പെട്ട 73 മില്ലിമീറ്റർ വ്യാസമുള്ള മെഡലുകളിലായിരുന്നു തോമസൺ ഇവ രൂപകൽപ്പന ചെയ്തത്. മെഡലുകളുടെ ഒരു വശത്ത് തിരുവചനത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ ചിത്രങ്ങളും മറുവശത്ത് അവയുടെ വിവരണങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നതാണ് മെഡാലിക് ബൈബിൾ. ഇപ്രകാരം തിരുവചന സംഭവങ്ങളുടെ ചിത്രങ്ങളും അവയുടെ വിവരങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന 60 മെഡലുകളുടെ ക്രമാനുഗതമായ സഞ്ചയനമാണ് തോമസൺ മെഡലിക് ബൈബിൾ. എന്നാൽ 1970 ഫ്രാങ്ക്ലിൻ മിന്റ് എന്ന വ്യക്തി 44 മില്ലിമീറ്റർ വ്യാസമുള്ള വെങ്കല മെഡലുകളിൽ മെഡലിക് ബൈബിൾ അവതരിപ്പിക്കുകയുണ്ടായി. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷൻ എന്ന് ഇവ അറിയപ്പെടുന്നു. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലം, ഓട് തുടങ്ങി നശിച്ചു പോകാത്ത ലോഹങ്ങളിൽ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തി തലമുറകൾക്ക് കൈമാറുവാനുള്ള സർ എഡ്വേർഡ് തോമസണിന്റെ ദൈവീക ദർശനമാണ് മെഡലിക് ബൈബിളിന്റെ നിർമ്മിതിക്കുള്ള മുഖ്യ പ്രചോദനം. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷനാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്കിൽ കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം,
കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. Shall we go to the next round? The next round is New Testament round. പുതിയ നിയമ round. Scorekeepers, are you ready? Ready. So the answers fetch 5 marks each. അല്ലേ? That's right. So കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചത് ഫേബയാണ്. സോ ഈ പ്രാവശ്യം ന്യായമായിട്ടും അക്സ ആരംഭിച്ചാൽ മതിയാവും. റൈറ്റ്. അപ്പോസ്തല പ്രവൃത്തിയിൽ എത്ര മന്ത്രവാദികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? പേരെടുത്ത് പറയുന്നത് രണ്ടുപേര്. ഉത്തരം വളരെ ശരിയാണ്. അവരുടെ പേരറിയാമോ? ആനി? നോ. പാസ്. യെസ് ഫേബർ. അറിയില്ല. അത് നല്ലൊരു മറുപടിയാണ്. യെസ്. അഗൈൻ വി കം ടു അക്സ. അവരുടെ പേരുകൾ അറിയാമോ? ആഭിചാരക്കാരനായ ഷിമോനും ഷിമോൻ. സ്കേവ എന്ന മഹാപുരുഷൻ. അല്ല, ആഭിചാരക്കാരനായ ഷിമോൻ ശരിയാണ്. സോ അതിന് 2 മാർക്കേ ഉള്ളൂ. കാരണം വേറെ തെറ്റുത്തരം പറഞ്ഞ് എന്നെ തെറ്റിക്കാൻ ശ്രമിച്ചു. ബർ യേശു എന്ന് കേട്ടിട്ടുണ്ടോ? എലിമാസ്. 2 മന്ത്രവാദി. ഓൾറൈറ്റ്. സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ്. അടുത്ത ചോദ്യം ആനിയോട്. വളരെ എളുപ്പമായ ചോദ്യമാണ്. ഓക്കെ. ശലോമോൻ എത്ര ഗീതങ്ങൾ രചിച്ചു? 1005. വളരെ ശരിയായ മറുപടിയാണ്. 5 മാർക്സ് ആനി ജോൺ. എത്ര സദൃശവാക്യങ്ങൾ പറഞ്ഞു? 3000 സദൃശവാക്യങ്ങൾ. ആൻസർ ഈസ് റൈറ്റ്. 5 മാർക്സ് ഫോർ ഫേബർ. അടുത്ത ചോദ്യം അക്സയോടാണ്. കിടപ്പിലായ ഐനയാസിനെ ആരാണ് സുഖപ്പെടുത്തിയത്? പത്രോസാണ് സുഖപ്പെടുത്തിയത്. ശരിയായ മറുപടിയാണ്. 5 മാർക്സ് ഫോർ അക്സ. ഐനയാസിന് എന്ത് രോഗമായിരുന്നു? രോഗം പറഞ്ഞാൽ ആ രോഗത്തിന്റെ ദൈർഘ്യവും പറയണം. സോ യെസ് ഫേബ. അറിയില്ല. ദാറ്റ്സ് ഫൈൻ. യെസ് അക്സ. പക്ഷവാത രോഗമാണ്. ഒരു ഭാഗം ശരിയാണ്. 8 വർഷം. 8 വർഷം. രണ്ടാമത്തെ ഭാഗവും ശരിയാണ്. സോ ഷീ ഗെറ്റ്സ് 4 മാർക്സ്. ഫേബ റെഡി. ഫിലിപ്പിയിലെ പ്രഥമ ക്രിസ്തീയ വിശ്വാസി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഫിലിപ്പിയിലെ ആദ്യത്തെ വനിത ആരാണ്? യെസ്, ലുദിയ. റൈറ്റ് ആൻസർ. അപ്പോസ്തലനായ പൗലോസ് എന്ന് പ്രസംഗിച്ചു. അത് കേട്ടപ്പോൾ ലുദിയയും അവളുടെ ഭവനം മുഴുവനും സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നു. വായിച്ചിട്ടില്ലേ? ചില മറവി. സോ അക്സ ഗെറ്റ്സ് 4 മാർക്സ് ആൻഡ് ഫേബയ്ക്ക് ഒന്നുമില്ല, അറിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the New Testament round. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. Please give me the scorecard. Aksa is at 20. Aksa Raju gets 20 marks. Annie John 5. Annie John gets 5 marks. And Faber Matthias 5. Faber Matthias 5 marks. Very good. Bible Count 2020. ജനനം മുതൽ മരണം വരെ വേദന എന്ന അനുഭവം മനുഷ്യജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച ദൈവം അവർക്ക് സന്തോഷ സമൃദ്ധിയിൽ ജീവിക്കുവാൻ ഏദൻ തോട്ടമൊരുക്കി. എന്നാൽ അവർ പാപത്തിൽ വീണുപോയപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായി അവരുടെ സുഖത്തിൽ കയ്പുനീരായി ദൈവം തന്നെയാണ് അവർക്ക് വേദനയും നൽകിയതെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം സാക്ഷിക്കുന്നു. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് ഹവ്വായോടുള്ള ദൈവത്തിൻ്റെ വചസ്സുകൾ മനുഷ്യജീവിതത്തിൽ വേദനയുടെ ആരംഭം കുറിച്ചു. അങ്ങനെ പേറ്റുനോവിൽ നിന്നും ആരംഭിച്ച എല്ലാ വേദനകളുടെയും അന്ത്യം കുറിച്ചത് കാൽവറിയിൽ ബലിയായി അർപ്പിച്ച തൻ്റെ പൊന്നോമന പുത്രൻ്റെ മരണവേദനയിലൂടെയാണ്.
മനുഷ്യജീവിതത്തെ മുരടിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന വേദനകളുടെ സൗഖ്യത്തിനായി മനുഷ്യൻ മരുന്നുകളെയും ചികിത്സാക്രമങ്ങളെയും വ്യായാമമുറകളെയും അഭയം തേടുന്നുവെങ്കിലും അതിവേദനയുടെ അത്യാഘാതങ്ങളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സൗഖ്യമാക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നത് ബലഹീനനായ എൻ്റെ എളിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ വേദനയിൽ പിടയുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും പ്രത്യാശയും നൽകുവാൻ ഇതിലെ വരികൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വേദനയിൽ യേശു സൗഖ്യദായകൻ എന്ന ഈ ആത്മീയ ഗാനസമാഹാരം അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സവിനയം സമർപ്പിക്കുന്നു. പകൽ വേദനയാൽ തളർന്ന വേളയിൽ ആത്മീയ സോദരർ മാറിപ്പോയ വേളയിൽ എന്നെ തേടി വന്നെന്റെ യേശു, എന്നെ തേടി വന്നെന്റെ യേശു. വേദനയിൻ ആഴിയിൽ താഴ്ന്ന വേളയിൽ വൈദ്യന്മാർ കൈവെടിഞ്ഞ നാളുകളിൽ, വേദനയിൻ ആഴിയിൽ താഴ്ന്ന വേളയിൽ വൈദ്യന്മാർ കൈവെടിഞ്ഞ നാളുകളിൽ എന്നിലവിളി കേട്ടെന്റെ യേശു ചാരി വന്നെന്നെ ആശ്വസിപ്പിച്ചു. എന്നിലവിളി കേട്ടെന്റെ യേശു ചാരി വന്നെന്നെ ആശ്വസിപ്പിച്ചു. എത്രത്തോളം നല്ലവൻ എന്റെ യേശു, എത്രത്തോളം നല്ലവൻ വല്ലഭൻ നല്ലവൻ, എത്രത്തോളം നല്ലവൻ എന്റെ യേശു. അതിവേദനയുടെ തീച്ചുളി തന്നെ മാറോടണിച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതം. വേദനയിൻ എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. വൈദ്യന്മാർ കൈവെടിഞ്ഞ നാളുകളിൽ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടിയ സിഗ്നേച്ചർ എഡിഷൻ സിഡികൾ. എന്നെ ആശ്വസിപ്പിച്ചു. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. സീഡികൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. സീഡികൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 047228344949. Bible Count 2020. അടുത്തതായിട്ട് പ്രൈസ് റൗണ്ട്. ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ളൊരവസരം, അതൊരനുഗ്രഹമാണ്. പാടാറുണ്ടോ? അതിനകത്തിൽ നാം എന്നും പാടുമ്പോൾ പാട്ടിൻ്റെ മാധുര്യമോ സ്വരമോ ഈണമൊന്നുമല്ല, നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുക. എങ്ങനെയൊക്കെ പാടാം? ബുദ്ധിയിൽ പാടാം, ആത്മാവിലും പാടാം. അപ്പോൾ നിങ്ങൾ പാടുക, നോക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് പാടുന്നത്. ഓൾ റൈറ്റ്, ദ ഫസ്റ്റ് സോങ്. ഹു വാണ്ട് ടു സിംഗ് ഫസ്റ്റ്? പാടുന്നതനുസരിച്ചാൽ മാർക്ക് ആരംഭിച്ചിരുന്നാലും. ഫേബ പറയൂ. പാടാം. വെരി ഗുഡ്. ഫേബ വിൽ സ്റ്റാർട്ട്. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുന്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുന്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അന്ത്യം വരെ വാഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ.
അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. Good. Yes. Next is Annie John. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോക്ഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോക്ഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ അതു വേണ്ട നിശ്ചയമായി. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. മനുഷ്യരിലാശ്രയമോ അതു വേണ്ട നിശ്ചയമായി. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. Good. Yes. Next is Aksa. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ മറവിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ
എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയൊന്നും തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരത്തിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ മറവിൽ മറയ്ക്കും. ഗുഡ്. പ്രൈസ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. മാർക്സ്. Aksa Raju gets 6 marks. Annie John gets 6.5 marks. Faber Matthias gets 5.5 marks. Bible Count 2020. ഇച്ചായ, ആ കന്നുകാലികൾക്ക് ഇത്തിരി വെള്ളം വെച്ചു കൊടുക്ക്. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നാൽ എങ്ങനാ? ഓ, ഏതാണ്ട് പൈങ്കിളി പുസ്തകമായിരിക്കും. അതാ ഇങ്ങനെ വായിച്ചു സുഖിച്ചോണ്ടിരിക്കുന്നേ. എടി, ഇത് പൈങ്കിളി പുസ്തകമല്ല. ഇന്നലെ കൺവെൻഷനിൽ നിന്ന് മേടിച്ച വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. വേദപുസ്തകം വായിച്ചാ എന്നത്തിന് ചിരിക്കുന്നേ? അത് പറഞ്ഞാ നീ പിണങ്ങും. പിണങ്ങേല. ഇച്ചാൻ എന്നത്തിന് ചിരിച്ചേ? എടി, നിന്നോട് സ്നേഹം കൂടുമ്പോ ഞാൻ നിന്നെ കഴുതേന്ന് വിളിക്കത്തില്ലയോ? ഓ, അങ്ങനെ എന്തെല്ലാം വിവരക്കേടുകൾ ഞാൻ കേൾക്കുന്നു. ആ, കഴുതയുടെ മഹത്വം ഇതിൽ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് നോക്കി. അപ്പോ മൃഗങ്ങളുടെ കാര്യം മാത്രമാണോ ഇതിലുള്ളത്? ആ, 26 സവിശേഷത. 26 സവിശേഷത എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഏതാണ്ട് ബെഡായി ആയിരിക്കുന്നു. ആ, ഒരു തോടിന്റെ പടം എടുത്ത് യോർദാൻ നദിയാന്ന് അച്ചടിക്കുന്ന കാലമല്ലേ ഇത്? അവരിച്ചാനെ കളിപ്പിച്ചോ? ഇല്ലടി, ഇല്ല. 26 പകരം ഞാൻ 28 എണ്ണി കഴിഞ്ഞു. തന്നെയല്ല, ഒരു സവിശേഷത ഇല്ലാത്ത 1200 പേജുള്ള ബൈബിളിന് വില 200 രൂപ. 30 സവിശേഷതകളുള്ള 1456 പേജുള്ള വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ വില 195 രൂപ. ആ, 30 സവിശേഷതകളും 250 പേജുകളും കൂടുതലായിട്ടും വിലയിൽ 5 രൂപ കുറവ്. ആ. ഇച്ചായ, നമുക്കിത് 2 എണ്ണം വാങ്ങിക്കണം. അതെ, 25 സവിശേഷതകളും അപൂർവ ചിത്രങ്ങളുടെ 16 കളർ പേജുകൾ ഉൾപ്പെടെ 250 പേജുകൾ കൂടുതലുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Count 2020. അടുത്തത് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്.
നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ മതി. ചോദിച്ചാൽ മതി. ഓൾറൈറ്റ്, ഷാൽ വി ഗോ? റൈറ്റ്. ഇപ്രാവശ്യം ആനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, സ്കോ കീപ്പേഴ്സ് റെഡി? സ്റ്റാർട്ടിങ് വിത്ത് ആനി ജോൺ. യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന പള്ളിപ്രമാണിയുടെ പേരെന്താ? യായിറോസ്. എക്സാക്ട്ലി, യായിറോസ്. 5 marks for ആനി ജോൺ. ഫേബർ, യായിറോസിന്റെ മകൾക്ക് എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. 12 വയസ്സ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 5 marks. റൈറ്റ്. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അക്ഷയ്ക്ക് മനസ്സിലാക്കാം, ചാർട്ട് അക്കൗണ്ടില്ലേ. സോ യു കൻ നോ ഇറ്റ്. ഓൾറൈറ്റ്. വിശുദ്ധ ബൈബിളിൽ ഒരു പ്രസംഗം കേട്ട് ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെട്ട അവസ്ഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓക്കെ, ആ പുസ്തകം ഏതാ? യോനയുടെ പുസ്തകം. എക്സാക്ട്ലി, യോനയുടെ പുസ്തകത്തിലാണ് ഏറ്റവും അധികം പേർ മാനസാന്തരപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം ആനിയോടാണ്. എത്ര പേരാണ് മാനസാന്തരപ്പെട്ടത്? 1,44,000. 44,000. അത് വെളിപാട് പുസ്തകത്തിലെ സംഖ്യ ആണോ അക്സ? 1,00,000 വരെ ശരിയാണ്. അപ്പോൾ ഫേബയ്ക്ക് ഇപ്പോൾ ഒരു ക്ലൂ കിട്ടി, പറഞ്ഞോളൂ എത്രയാണ്? $1,40,000. -1. അക്സ? 1,20,000 ചില്ലുവാനം. 1,20,000. ആനി കിടക്കട്ടെ വിചാരിച്ചിട്ട് 20,000 രൂപ കൂട്ടി അല്ലേ? ഫേവ വിചാരിച്ച് അത്രയും വേണ്ട, കുറച്ചുകൂടെ കുറച്ച് കളയാം. സോ ആനി ജോൺ ഗെറ്റ്സ് 2 marks. 1,00,000 എന്ന് പറഞ്ഞു, 1,00,000 വരെ അവിടെ നിന്നു. അതിൻ്റെ ക്ലൂ ഫേബയ്ക്ക് കിട്ടി. അതിനകത്തിൽ കുറച്ചുകൂടെ കൂട്ടി 45,000 ആക്കി. അതുകൊണ്ട് ഫേബയ്ക്ക് -1 mark. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ അക്സായ്ക്ക് മനസ്സിലായി 45,000 അതിലും കുറച്ചാണെന്ന്. സോ അക്സ 1,20,000 എന്നുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടി. സോ അക്സ ഗെറ്റ്സ് 3 marks. റൈറ്റ്? ഹാപ്പി? റൈറ്റ്. അടുത്ത ചോദ്യം. വിശുദ്ധ ബൈബിളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര സ്ത്രീകളാണ്? രണ്ട് സ്ത്രീകളാണ്. വളരെ പ്രയാസമുള്ള ചോദ്യമാണ്. 5 മാർക്കാണ് അതിന് ലഭിച്ചിരിക്കുന്നത് ഫേബയ്ക്ക്. അക്സ, അതേ സ്ത്രീകളുടെ പേര് പറയാമോ? എസ്തേർ. എസ്തേർ ശരിയായ ഉത്തരമാണ്. ഹന്ന. ഹന്ന ശരിയായ ഉത്തരമാണ്. 5 marks. അതോടെ നമ്മുടേതായിട്ടുള്ള ചൂസ് ആൻഡ് റൗണ്ട് അവസാനിക്കുകയാണ്. പ്ലീസ് ഗീവ് മി ദ സ്കോർ കാർഡ്. അക്സ at 13. അക്സ has 13 marks. Annie John 7. ആനി ജോൺ 7 മാർക്കുണ്ട്. And Feba at 9. ഫേബയ്ക്ക് 9 മാർക്കുണ്ട്. റൈറ്റ്? Bible Count 2020. സ്നേഹമുള്ളവർ, നമ്മളിവിടെ കണ്ടത് വളരെയേറെ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളാണ്, നൂതനമായ കാര്യങ്ങളാണ്. പല അത്ഭുതങ്ങളിൽ നമ്മൾ ലോകത്തിലുണ്ടെങ്കിലും ഇതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ചുവടുവയ്പ്പായിട്ട് ഞങ്ങളിത് കാണുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിദായകമായ സാന്നിധ്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനം അതിൻ്റെ ആദ്യ രൂപത്തിൽ തന്നെ കാണാനായിട്ട് പറ്റി. എല്ലാവിധ ഭാഷകളിലേക്ക് രചിക്കപ്പെട്ടിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ചുരുളുകൾ മുതൽ ആധുനികമായിട്ടുള്ള എല്ലാ വിവർത്തനങ്ങൾ വരെ ബൈബിളിനെ സ്വാധികാരികമായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇതാർക്ക് വേണേലും ഏത് വിശ്വാസികൾ അവിശ്വാസികൾക്കൊക്കെ കാണാനും അതുപോലെ ആസ്വദിക്കാനും പറ്റിയ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന അവസരത്തിലുണ്ടായിട്ടുള്ളൊരു അനുഭവം പോലെ. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020.
Now we go for the last round, Bible bumper round. Here we go for the first question. യൂദായുടെ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടവരാണ്. യുസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസെഫ്, മത്യാസ്. വളരെ ശരിയായ മറുപടിയാണ്. 6 marks for Aksa. Second question. ബർനാബാസ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഉത്തരം ശരിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ. ഏത് സ്ഥലത്തു നിന്നുമാണ് ബർനാബാസ് വന്നത്? യെസ്, കുപ്രോസ്. കറക്റ്റ്. 6 marks. ബർനാബാസ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം? പ്രബോധനപുത്രൻ. എനിക്കറിയാമായിരുന്നു, പക്ഷേ താമസിച്ചു. 6 marks for Aksa. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബർനാബാസിന്റെ യഥാർത്ഥ പേര്? യോസെഫ്. Correct. 6 marks again for Aksa Raju. That ends the Bible bumper first part. Rapid reading round. ബൈബിൾസ് എടുക്കുക, വായിക്കുക. എബ്രായർ 13:20. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. 11 എബ്രായർ. നിത്യ ഉടമ്പടിയുടെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനത്താക്കി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. -1 mark for Annie John, 3 marks for Aksa Raju. Okay, the second reading. ഒരാൾ വായിച്ച് തെറ്റാണെന്ന് ബോധ്യം അടുത്ത ആൾ ഉടനെ വായിച്ചോണം കേട്ടോ. ഒരു പ്രാവശ്യമേ പറയത്തുള്ളൂ. സെക്കൻഡ് വൺ. സങ്കീർത്തനങ്ങൾ 35:9. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. 3 marks. Aksa Raju gets 3 marks. That's the right reading. അവസാനത്തെ റീഡിംഗ് ആണ്, അവസാനത്തെ ഭാഗമാണ്. യാക്കോബ് 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യും. Right answer. Annie John gets 3 marks. So that brings us to the end of the Bible bumper round. Bible bumper round ഇവിടെ അവസാനിക്കുന്നു. ബൈബിൾ ബമ്പർ റൗണ്ടിന്റെ സ്കോർ കാർഡ് എത്രയാണ്? Aksa Raju gets 36 marks. Aksa Raju gets 36 marks. Annie John 2. Annie John gets 2 marks. Feba nil. Feba gets no mark. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, രണ്ടാമത്തെ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിൻ്റെ ഇരട്ടി സമ്മാനമാണ് 1ാം സമ്മാനം. ആദ്യമേ എല്ലാം ക്യാഷ് പ്രൈസാണ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇനിയും സമ്മാനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഫസ്റ്റ് പ്രൈസിൻ്റെ ഇരട്ടിയാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് പ്രൈസ്. മാത്രമല്ല 2 പേരെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നില്ല. ഈ ഒലിവ് റൗണ്ടിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ പരിഗണിച്ച് ഏറ്റവും ഉന്നതമായ മാർക്ക് ലഭിക്കുന്നവരെ ആയിരിക്കും സീനിയർ റൗണ്ടിലൊക്കെ നാം മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു റൗണ്ടിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടില്ല. മാർക്കുകളുടെ മൂല്യമാണ് പ്രധാനം. ചിലപ്പോൾ ഒരാൾക്ക് 2 മാർക്ക്, 1 മാർക്ക്, 1.5 മാർക്ക് ലഭിച്ച ശേഷം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു റൗണ്ടിൽ കിട്ടുകയില്ല. പിന്നെയോ മൊത്തം മാർക്കുകൾ നോക്കിയ ശേഷം ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ ഇത്ര പേര് അവരെയാണ് പിന്നെ റൗണ്ടായിട്ട് മത്സരിപ്പിക്കുന്നത്. അടുത്ത റൗണ്ട് സീനിയർ റൗണ്ട്. ആൻഡ് നൗ വി ഗോ ഫോർ ദ ഫൈനൽ സ്കോർ കാർഡ് ഓഫ് ദ എപ്പിസോഡ്. Thank you. So, the first
prize goes to Aksa Raju, 97 marks. Feba Matthias, 32.5, 32 മാർക്ക്. ആനി ജോൺ 18 മാർക്ക്. ഇനിയും ഓരോരുത്തരായിട്ട് വന്ന് സമ്മാനം ഏറ്റുവാങ്ങും. Alright? Yes, Aksa. Happy ആണോ? Congratulations. Yes, Feba. സന്തോഷമായോ? കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ? ഗുഡ്. യെസ് ആനി, യു ആർ നോട്ട് ഔട്ട്, യു കൻ സ്റ്റിൽ ട്രൈ. ഓൾറൈറ്റ്, ഗുഡ്. Bible Count 2020. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്യു നെല്ലിക്കൽ ആൻഡ് മറിയാമ്മ മാത്യു, ന്യൂയോർക്ക്. Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.